കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 ക്ലാസ്സിലും നമ്മൾ പഠിച്ചത് ഫിബോനാച്ചിയാണ്. ഫസ്റ്റ് പഠിച്ചത് റീട്രേസ്മെന്റ്. അതായത് റീട്രേസ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി ട്രെൻഡിന്റെ അഗെയിൻസ്റ്റ് വരുന്ന സെക്കൻഡറി ട്രെൻഡിന്റെ സപ്പോർട്ട് എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക. ഈ പ്രൈമറി അപ്പ് മൂവിനെ അല്ലെങ്കിൽ ഡൗൺ മൂവിനെ 100% ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡൗൺ മൂവ് അല്ലെങ്കിൽ റീട്രേസ് ചെയ്യുക എന്നുള്ളതാണ് റീട്രേസ്മെന്റ് ലെവൽ. അതേസമയം മോർ ദാൻ 100 ആണെങ്കിൽ അതെന്തായി എക്സ്റ്റൻഷൻ ആയിട്ട് മാറി. ഇത് മോർ ദാൻ 100, അതായത് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്താൽ അതൊരു എക്സ്റ്റൻഷൻ ആയി. ഇനി തേർഡ് അപ്രോച്ചാണ് എന്ത്? പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൈമറി അപ്പ് മൂവ്, അത് കഴിഞ്ഞിട്ട് പ്രൈമറി ഹൈ ലോ, പ്രൈമറി ഹൈ എ എന്ന് പറയുന്നത് പ്രൈമറി ലോ, പ്രൈമറി ഹൈ, അത് കഴിഞ്ഞിട്ട് അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് സെക്കൻഡറി മൂവ്. ഇവിടെ ഡൗൺ മൂവ് ആണ് സെക്കൻഡറി ട്രെൻഡ്, അതിൽ വന്നുള്ള സെക്കൻഡറി ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ 3 പോയിന്റ്സ് നമുക്ക് വേണം, എ ബി സി. എക്സ്റ്റൻഷനിലും റീട്രേസ്മെന്റിലും എയും ബിയും മാത്രം മതിയായിരുന്നു നമുക്ക്. അതായത് ഈ സി കണ്ടുപിടിക്കാൻ, സി ഒന്നില്ലെങ്കിൽ എയുടെയും ബിയുടെയും മിഡിലാവാം, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എയിലേക്കാളും ലോവർ ആയിരിക്കാം, ബിയിനേക്കാളും ഹയർ ആയിരിക്കും. പക്ഷെ അപ്പൊ ഈ 2 പോയിന്റ് നമുക്ക് മതിയായിരുന്നു. ഇനി 3 പോയിന്റ്സ് വേണം. എ ബി സി വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് പ്രൊജക്ഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാർട്ട് പാറ്റേണിൽ ഫ്ലാഗ് എന്ന് പഠിച്ചില്ലേ, അതിന്റെ വേറൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ എയും ബിയും സിയും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ? അപ്പോ ഈ ലോ പോയിന്റും ഹൈ പോയിന്റും സബ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതായത് ബി മൈനസ് എ, ഇപ്പോഴും ഹൈ മൈനസ് ലോ, എന്നിട്ട് ഈ വരുന്ന ലോയിലേക്ക് ഇത് ആഡ് ചെയ്യുക, ആഡ് എ ബി. അപ്പോ സി പ്ലസ് എ ബി എത്രയാണോ അത് ചെയ്യുന്നതിനെയാണ് പറയുന്നത് പ്രൊജക്ഷൻ. അപ്പൊ മെയിൻ പ്രൊജക്ഷൻ ലെവൽസ് 100ഉം 161 ആണ്. ഈ 100 എന്ന് പറയുന്നത് എന്താ? എ ബിയുടെ 100%, അതായത് ഈക്വൽ ടു എ ബി, അല്ലെങ്കിൽ എ ബിയുടെ 161%. ഇത് 30 ആണെങ്കിൽ ഈ സിയിൽ ആഡ് ചെയ്യണത് എത്രയായിരിക്കും? 30. അല്ലെങ്കിൽ സിയിൽ ആഡ് ചെയ്ത് 161 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 45 വരും. 30 + 15 അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അപ്പോ ഒരു എന്താ പറയാ, ഈ എ ബിനെ കൺസിഡറിങ് 100% കൺസിഡർ ചെയ്തിട്ട് ഈ എ ബിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പോയിന്റ് സിയിൽ ആഡ് ചെയ്യുന്നത്. എ ബി 30 ആണെങ്കിൽ ആഡ് ഇവിടെ 100 ആണെന്ന് നോക്കി. ഇപ്പൊ ഈ പോയിന്റ് 30 ആണ്, ഈ ലൈനിന്റെ മെഷർമെന്റ് 30 ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് 100 ആണെങ്കിൽ 100 + 30 130 ആണ് ടാർഗറ്റ്. അല്ലെങ്കിൽ 161% ഓഫ് 30 ഇവിടെ 100ൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും ജസ്റ്റ് ഓപ്പോസിറ്റ് ഇപ്പൊ ഉണ്ടോ, ഇത് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് വരുമ്പോഴും ഇത് പ്രൊജക്ഷൻ തന്നെയാണ്. അവിടെ ഉണ്ടോ പ്രൈമറി ലോ, പ്രൈമറി ഹൈ, സെക്കൻഡറി ലോ. സെക്കൻഡറി ലോ എന്ന് പറയുന്നത് ഇവിടെ എക്സ്റ്റൻഷൻ ആയിട്ട് പോയി. ഇവിടെ സി കണ്ടുപിടിച്ചത് എങ്ങനെയാ? റീട്രേസ്മെന്റ്. കാരണം എന്താ? എയുടെയും ബിയുടെയും ഇടയിലാണ് സി വന്നത്. പക്ഷെ ഇവിടെയോ സി വന്നത് ബിയോണ്ട് എ വന്നു, ലോവർ ദാൻ എ. അപ്പൊ വരുമ്പോ ഇതൊരു എക്സ്റ്റൻഷൻ. ഈ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ടും ഇത് അപ്പ് മൂവ്. റീട്രേസ്മെന്റ് കഴിഞ്ഞാലും എക്സ്റ്റൻഷൻ കഴിഞ്ഞാലും നമുക്ക് പ്രൊജക്ഷൻ വെച്ചിട്ട് നെക്സ്റ്റ് പോയിന്റ് ഡി കണ്ടുപിടിക്കാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടോ ഇവിടെ. ട്രെൻഡില് സി ഡി ഈക്വൽ ടു 161% ഓഫ് എ ബി. അപ്പോ സി പ്ലസ് 161% ഓഫ് എ ബി, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി പ്ലസ് എ ബി എത്ര പെർസെൻറ്റേജ് ഓഫ് എ ബി ആണെന്നുള്ളതാണ് ഈ കാൽക്കുലേഷൻ. അപ്പോ ഇവിടെ ഇത് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ എങ്ങനെയാ വരാം? ഈ എ ബി ഇത് കഴിഞ്ഞിട്ട് ഒരു അപ്പ് മൂവ് വന്നു, സ്മോൾ സെക്കൻഡറി മൂവ്, ഇവിടെ അപ്പ് മൂവ് ആണ്. അപ്പൊ സി മൈനസ് എ ബി. എ ബി എന്ന് പറയുന്നത് 100% ഓഫ് എ ബി എന്ന് പറയുന്നതാണ് ഇവിടെ എ ബി എടുക്കുന്നത്. അപ്പോൾ ഈ സി ഡി എന്ന് പറയുന്നത് ചിലപ്പോൾ എ ബി തന്നെയാവാൻ കാരണം എന്താ? 100% ഓഫ് എ ബി ആണെങ്കിലാണ് എ ബി തന്നെയാവുന്നത്. അതേസമയം 161% ഓഫ് എ ബി, ഇപ്പൊ ഇവിടെ ഒരു 200 - 170 ആണെങ്കിൽ, 200 - 170 ആണെങ്കിൽ ഇവിടെ 30. അപ്പൊ ഈ സിയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എത്രയാ? 30 ആണ്.
170 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 200 കഴിഞ്ഞിട്ട് 170 വന്നിട്ട് ഇവിടെ 180 180 മൈനസ് 30. അപ്പൊ ടാർഗറ്റ് 150. അതല്ലെങ്കിൽ 161% എന്ന് പറയുമ്പോൾ ഒരു 45 വരാണെങ്കിൽ 180 മൈനസ് 45. അങ്ങനെയാണ് ഇത് കാൽക്കുലേഷൻ. അപ്പൊ ഇത് എക്സ്റ്റൻഷന് ശേഷം വരുന്ന പ്രൊജക്ഷൻ, ഇത് റീട്രേസ്മെന്റിന് ശേഷം വരുന്ന പ്രൊജക്ഷൻ. ഇവിടെ ABC വരെ എക്സ്റ്റൻഷൻ. ഈ C എയുടെ എക്സ്റ്റൻഷൻ പോലെയാണ്. കണ്ട, Aക്ക് ക്രോസ് ചെയ്തിട്ട് പോയി. അതേസമയം ഇവിടെയോ ഈ C എന്തായിരുന്നു, എയുടെയും ബിയുടെയും ബിറ്റ്വീൻ ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു. അപ്പൊ അതാണ് റീട്രേസ്മെന്റ്. റീട്രേസ്മെന്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ വരും, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ബിയോണ്ട് ഹൈ ഓർ ലോ വരുന്നു. അപ്പൊ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ടായാലും റീട്രേസ്മെന്റ് കഴിഞ്ഞിട്ടായാലും പ്രൊജക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 3 പോയിന്റ്സ് വെച്ചിട്ടാണ്, A, B and C. A, B and C. അപ്പോൾ റീട്രേസ്മെന്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന CO അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന CO വെച്ചിട്ട് നെക്സ്റ്റ് ഡൗൺ മൂവ് ഓർ അപ്പ് മൂവ് എങ്ങനെയാന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ ഇതിന് നമ്മൾ പ്രൈമറി ലോ, പ്രൈമറി ഹൈ, പ്രൈമറി ലോ, സെക്കൻഡറി ഹൈ. നേരത്തെ കേസിൽ അപ്പ് മൂവിലാണെങ്കിലോ പ്രൈമറി ലോ, പ്രൈമറി ഹൈ, സെക്കൻഡറി ലോ. ഇവിടെ പ്രൈമറി ഹൈ, പ്രൈമറി ലോ, സെക്കൻഡറി. ഇത് വെച്ചിട്ട് നമുക്കത് നമ്മുടെ ചാർട്ടുകളിൽ അതിന്റെ പ്രൊജക്ഷൻ റൂൾ എല്ലാത്തിലൊന്നും ഇല്ല. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ലോയും ഈ ഹൈയും എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് എംആൻഡെമ്മിന്റെ ഒരു ചാർട്ടാണ്. ഇവിടെ നമ്മൾ അപ്പ് മൂവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അപ്പ് മൂവ് ആണ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഒരു കറക്ഷൻ വന്നിട്ട്, അപ്പൊ ഇവിടെ ഈ പോയിന്റ് ആണ് പ്രൈമറി ലോ, പ്രൈമറി ഹൈ, സെക്കൻഡറി ലോ. ഈ 3 പോയിന്റും വെച്ചിട്ട് നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാം? അപ്പൊ ഈ പോയിന്റ് എത്രയാ? 1617. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഒരു നോട്ട് ചെയ്ത് വെക്കാം, 1617. അപ്പൊ പ്രൈമറി ലോ നമ്മൾ അതിനെ ഒരു PH എന്ന് കൊടുക്കുകയാണെങ്കിൽ PL, പ്രൈമറി ലോ ഈക്വൽ ടു 1617. പ്രൈമറി ഹൈ എത്രയായിരിക്കും? 1973. PH ഈക്വൽ ടു 1973. ഈ പോയിന്റ് എത്രയാ? ഈ പോയിന്റ് ക്രോസ് ഹെയർ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് നോക്കണ്ടേ. ക്രോസ് ഹെയർ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ 1795. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ പ്രൈമറി ലോ ഹൈ മൈനസ് പ്രൈമറി ലോ. അപ്പൊ അത് കാൽക്കുലേറ്ററിൽ എടുക്കുമ്പോൾ 1973 മൈനസ് 1617. അപ്പൊ 356 വരും. ഈ 356 ഫസ്റ്റ് ടാർഗറ്റ് എത്ര? 100%. അപ്പൊ നേരത്തെ കാണിച്ച ഫിഗറിൽ എയും ബിയും സി ആണിത്. അപ്പൊ 100% ഓഫ് എ ബി എന്ന് പറയുന്നത് ഇത് 356 ആണ്. ഈ 356ന്റെ 100% എന്ന് പറയുമ്പോൾ 356 ആണ്. അപ്പൊ ഈ പോയിന്റിൽ ഇത് ആഡ് ചെയ്യണം. ഈ പോയിന്റ് എത്രയാ? 1789. 2130 2100 വരെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടേക്ക് വന്നിട്ടുണ്ട് ആ പോയിന്റ്. ഇതിന് നമുക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ട്. ഈ എക്സൽ ഷീറ്റില് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഞാൻ ഉണ്ടാക്കി. ഇത് നമ്മള് പ്രൈമറി ലോ, പ്രൈമറി ഹൈ, പിന്നെ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക ഫോർമുലയില്. ഡിഫറൻസിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത് മൈനസ് പ്രൈമറി ഹൈ മൈനസ് പ്രൈമറി ലോ ഉള്ളൂ. എന്നിട്ട് സെക്കൻഡറി ലോ, സെക്കൻഡറി ലോ എന്ന് പറയുന്നത് ആ തേർഡ് പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റ്. എന്നിട്ട് സെക്കൻഡറി ലോ പ്ലസ് 100%. ഇവിടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതിനകത്തിട്ട് നമുക്ക് ഇവിടെ ഫസ്റ്റ് 1617 ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ 1973. ഇവിടെ സെക്കൻഡറിയിൽ കൊടുത്തിട്ട് 1786. കണ്ടോ, ഫസ്റ്റ് ലെവൽ വന്നത് ഏതാ? 2136. പിന്നെ സെക്കൻഡ് ലെവൽ വന്നത് ഏതാ? 100. ആ നമ്മൾ ഉപയോഗിക്കണ റീട്രേസ്മെന്റ് ലെവൽ പ്ലസ് 100. അപ്പൊ ഫസ്റ്റ് ലെവൽ 100. അപ്പൊ എബവ് 100 ഉള്ള എല്ലാ റീട്രേസ്മെന്റ് ലെവലും ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതാണ്.
ഇതൊക്കെയാണ് നമ്മുടെ പ്രൊജക്ഷൻ ലെവൽസ്. അത് ഫ്യൂച്ചർ ടാർഗറ്റ് കണ്ടുപിടിക്കും. അപ്പൊ ഈ കേസിൽ നമുക്ക് റെസിസ്റ്റൻസ് ടാർഗറ്റ്, ഈ കേസിലാണെങ്കിലോ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സപ്പോർട്ട്. ഇപ്പോൾ ഡൗൺവേർഡ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ 1, 2, 3 പോയിന്റ് വെച്ചിട്ട് സപ്പോർട്ട് ആയിരിക്കും. അപ്വേർഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതായിരിക്കും. അതായത് അപ്വേർഡ് ഫ്ലാഗും ഡൗൺവേർഡ് ഫ്ലാഗിന്റെയും വേറൊരു രൂപം ഇതായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യണ പോയിന്റ്. ഇവിടെ ഒരു പ്രൊജക്ഷൻ വന്നു, ഇവിടെ ഇതാണ് പ്രൊജക്ഷന്റെ ലെവൽ. ഒരു പ്രൊജക്ഷൻ പോലെ ഇവിടെയൊക്കെ നമുക്ക് പ്രൊജക്ഷൻ അപ്ലൈ ചെയ്യാനുള്ള ഇവിടെ തുടങ്ങി ഇവിടം വരെ എടുത്തിട്ട് പ്രൈമറി ലോ, പ്രൈമറി ഹൈ വെച്ചിട്ട് ഇതിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. മൂവ് പക്ഷെ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മൂവ് പോലെയല്ലേ. ഇതിപ്പോ ഇതല്ലാതെ തന്നെ നമുക്ക് ഏതിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മൂവ് ഡ്രോയിങ്സ് ആണെങ്കിൽ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് പോയി ഉണ്ടോ. ഇവിടെയൊക്കെ ഒരു പ്രൊജക്ഷൻ പോലെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡൗൺ മൂവിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ അടുത്ത് എല്ലാ സ്റ്റോക്കുകളും അപ്സൈഡ് പോയാലാണ് നമുക്ക് ഡൗൺ മൂവ് കിട്ടാറ്. ഈ എന്റർടൈൻമെന്റ് ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ നമുക്ക് ഡൗൺവേർഡ് പ്രൊജക്ഷൻ ആയിട്ട് എടുക്കാം. കണ്ടോ, ഇതൊരു ഡൗൺ മൂവ്, ഫസ്റ്റ് ഡൗൺ മൂവ്, പിന്നെ സെക്കൻഡ് ഡൗൺ ഇത് കണ്ടോ. ഇത് പ്രൈമറി ഹൈ, പ്രൈമറി ലോ, പിന്നെ സെക്കൻഡറി ഹൈ. എന്നിട്ട് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. കണ്ടോ, ഏകദേശം 100% തന്നെയാണ് വരുന്നത്. കണ്ടോ, ഏകദേശം ഈ ഒരു ലെവലിനില്ലേ ഇവിടെ വരുന്ന ആഡ് ആവണം തല സബ്ട്രാക്ട് ആവണം. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഒരു ബിഗ് ലെവൽ വെച്ചിട്ടും ഇത് ചെറിയൊരു മൂവ്മെന്റിനെയാണ് നമ്മൾക്ക് എടുത്തത്. നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ നമുക്കിത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയണമെങ്കിൽ ഈ ഫുൾ മൂവ് വേണമെങ്കിൽ എടുക്കാം. ഈ ഫുൾ മൂവിന് ഈ ഹൈയും ഈ ലോയും എടുക്കാം. എന്നിട്ട് ഈ സെക്കൻഡറി ഹൈ ആയിട്ട് ഇത് എടുക്കാം. എന്നിട്ട് പിന്നെ ടാർഗറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇതായിരിക്കാൻ ഇവിടെ വരെയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് പറ്റും. ഇപ്പൊ ഒരു ഏത് ഹൈയും ഏത് ലോ ഒക്കെ എടുക്കണം എന്നുള്ളത് നമ്മൾ പല പല വിധത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് അവിടെയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ന്യൂസ് വായിച്ചില്ലെങ്കിലും കുഴപ്പം. ചില സമയത്ത് നമുക്കതൊരു മിസ്ലീഡിങ് ആണ്. കാരണം ചാർട്ടിലല്ലാണ്ട് നമ്മുടെ ഇമോഷൻ അതില് ആഡ് ചെയ്താലാണ് നമുക്ക് ചാർട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ചു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 200 റുപ്പീസിനുള്ള സ്റ്റോക്ക് മേടിച്ചു. പക്ഷെ ആ സ്റ്റോക്ക് താഴ്ന്നു പോണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ചാർട്ടിൽ ഉണ്ടാവും വലിയൊരു ഡൗൺ മൂവ് എന്ന്. പക്ഷെ നമ്മളുടെ മനസ്സിൽ എന്തായിരിക്കും അത് എപ്പോഴും ഇല്ല, അത് കയറും. അപ്പൊ അവിടെ നമ്മൾ ചാർട്ട് മറന്നിട്ട് നമ്മുടെ ഇമോഷനാണ് അവിടെ വരാൻ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്താൽ ശരിക്കും പറഞ്ഞ ടെക്നിക്കൽ അനാലിസിസ്. എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞു, പലപ്പോഴും എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഇമോഷൻ അവിടെ എന്താ പറയാ വരുമ്പോഴാണ് എൻ്റെ ഇത് പൈസ പോയിട്ടുള്ളത്. അപ്പൊ ആ ഇമോഷനെ കൺട്രോൾ ചെയ്തിട്ട് ചാർട്ടിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാം. ഇതിന്റെ നമ്മൾക്ക് പ്രീവിയസ് എക്സാമ്പിൾസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഫിബൊനാച്ചി പ്രൊജക്ഷൻ ഞാൻ എടുത്തിരിക്കുന്നതാണല്ലോ, ഈ ലോയും ഈ ഹൈയും. അപ്പൊ ഇതിന്റെ ഇടയിൽ സ്വിംഗ് വൈസ് ഇതൊക്കെ ലോ ഒക്കെ വരുന്നുണ്ട്, ഫ്ലക്ച്വേഷനുകളൊക്കെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഹൈയും മെയിൻ ആയിട്ടുള്ള ലോയും. അപ്പൊ അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അപ്പോഴും അത് വർക്ക് ചെയ്യും. ആ സമയം ഒരു ചെറിയ മൂവ്മെന്റിനെ ആണെങ്കിലും വർക്ക് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് 5 മിനിറ്റ് ചാർട്ട് വെച്ചിട്ടോ 5 മിനിറ്റ് ക്യാൻഡിൽ വെച്ചിട്ടോ ആ ചാർട്ട് എടുക്കാം. അല്ലെങ്കിൽ അപ്പൊ അതനുസരിച്ചിട്ട് അതിന്റെ ടാർഗറ്റുകൾ വ്യത്യാസം വരും. അപ്പൊ ഇത് ഞാൻ 1 ഡേ ക്യാൻഡിലിന്റെ ചാർട്ട് വെച്ചപ്പോ ഇതൊരു ലോങ് ടൈം ഫ്രെയിം ആയിരിക്കും. ഇപ്പോ നമ്മള് ഒരു 3 മാസത്തെ 4 മാസത്തെ അല്ലെങ്കിൽ 1 ഇയർ പ്രൊജക്ഷന്റെ എടുക്കുന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ നെക്സ്റ്റ് 6 മന്ത്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ അത് ഒരു ട്രേഡർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഷോർട്ട് ടൈം ഫ്രെയിമുകൾ എടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് 3 മന്ത്സിന്റെ ചാർട്ട് വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് 6 മന്ത്സ് എടുക്കാം, പിന്നെ 1 ഇയർ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പല ഹൈ ലോവും വെച്ചിട്ട് ഫിബൊനാച്ചി ലെവൽസ്, റീട്രേസ്മെന്റ് ലെവൽസും എക്സ്റ്റൻഷൻ ലെവൽസും ഒക്കെ എഴുതി വെക്കാം.
ഇതിൽ ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലസ്റ്റർ അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് ലെവലുകൾ വരും. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ന പോയിന്റ് വരുമ്പോൾ ഏകദേശം അറിയാം ഇതായിരിക്കാം പൊട്ടൻഷ്യൽ സപ്പോർട്ടോ റെസിസ്റ്റൻസ്. ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു പ്രോബബിലിറ്റി തിയറിയാണ്, 100% ഗ്യാരണ്ടീഡ് അല്ല. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോബബിലിറ്റി വെച്ചിട്ട് 80% ചാൻസ് ഇതാണ്, 20% ചാൻസ് ആണെങ്കിലും ആ 80% 100% ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. അപ്പൊ ആ ചാൻസിനെ നമ്മൾ സക്സസ് ആക്കാൻ വേണ്ടി അതിന്റെ കൂടെ മറ്റു കോമ്പിനേഷൻസ് എടുക്കാം. കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സും ചാർട്ട് പാറ്റേൺസും എന്താ പറയുക ഗ്യാപ് തിയറിയും സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്, അങ്ങനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വർക്ക് ചെയ്യും. അത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇമോഷൻ നിങ്ങൾ കണ്ടു അതാണെങ്കിൽ നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ടെക്നിക്കൽ അനാലിസിസ്. പിന്നെ നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇത് ചെയ്യാം. പിന്നെ വോളിയം വളരെ കുറവുള്ള സ്റ്റോക്കുകളിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് വർക്ക് ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാവില്ല. നല്ലോണം അതായത് ആ വോളിയത്തിന്റെ നമ്പർ നോക്കാം. ആ വോളിയത്തിന്റെ നമ്പർ ഇപ്പൊ ഒരു കുറെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് എത്രയൊക്കെയാണ് വോളിയം ഒരു നോർമലിന്ന്. ഞാൻ ഏറ്റവും അധികം സ്റ്റോക്കുകൾ യൂസ് ചെയ്യേണ്ട ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലത്തെ 200 സ്റ്റോക്സ് എടുത്തിട്ട് അതിലാണ് അധികം ട്രേഡ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ BSE 500 എന്നുള്ള സ്റ്റോക്സ്, ലിസ്റ്റ് ഓഫ് BSE 500 എന്നുള്ളത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് 500 സ്റ്റോക്സ് മതി. അത്രയൊക്കെ മതി നമുക്ക്. അതിൽ തന്നെ ഈ 200 സ്റ്റോക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്കുകൾ അപ്പ് മൂവ് ആയിരിക്കും, ഡൗൺ മാർക്കറ്റ് എപ്പോഴും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യാം. അതുപോലെ സെൽ ഫസ്റ്റ് ബൈ ലേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് ഫ്യൂച്ചേഴ്സിലാണ് വരുന്നത്, അത് ഡെറിവേറ്റീവ്സിൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതാണ്. അപ്പൊ അപ്പൊ ഇത് രണ്ട് ഡയറക്ഷനിലും നമുക്ക് പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ പറയണ അത്രയും ഈസി അല്ല കാര്യങ്ങൾ. നമ്മൾക്ക് എക്സ്പീരിയൻസ്, ഞാൻ ഒരു 2006 തുടങ്ങി മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മളിത് പല മെയിൻ എന്താ പറയാ ഡൗൺഫോൾസും ഒക്കെ 2008 ഫോളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ കോവിഡിന്റെ സമയത്ത് ഉണ്ടായ ഫോളും അതിനു മുമ്പ് 2010 അങ്ങനെ ഒരുപാട് ഡൗൺ മൂവ് ഉണ്ടായിട്ടുണ്ട്, ഡ്രാസ്റ്റിക് ഫോളൊക്കെ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ ഓരോ സമയത്ത് ഓരോ സെക്ടറാണ് പെർഫോം ചെയ്യുക. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ കുറച്ച് സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ ഹോംവർക്ക് ചെയ്യണം. ചാർട്ട് വെച്ചിട്ടും ന്യൂസ് വെച്ചിട്ടും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നല്ലോണം അലർട്ടായിട്ട് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ടൂൾസ് ഉപയോഗിച്ചിട്ടും ഒക്കെ ട്രേഡ് ചെയ്യാം. നമുക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടും. നമുക്ക് ഇതുപോലത്തെ എക്സാമ്പിളിൽ നമുക്ക് എപ്പോൾ നോക്കിയാലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഇൻട്രാഡേയിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിനായാലും സ്വിംഗ് ട്രേഡിനായാലും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതനുസരിച്ച് ടൈം ഫ്രെയിം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.